പ്രേക്ഷകരെ ആകാംക്ഷഭരിതമാക്കിയ ബി ഹൗസിലെ 100 ദിവസങ്ങൾക്കൊടുവിൽ ജിൻഡോ കിരീടം ചൂടുമ്പോൾ 2ാം സ്ഥാനത്ത് അർജുനും 3ാം സ്ഥാനത്ത് ജാസ്മിനും 4ാം സ്ഥാനത്ത് അഭിഷേകും 5ാം സ്ഥാനത്ത് ഋഷിയുമാണെത്തിയത്. ഈ സീസണിലെ 6 വൈൽഡ് കാർഡുകളിൽ ഒരാളായിരുന്നു അഭിഷേക് ശ്രീകുമാർ. മികച്ച പ്രകടനങ്ങൾ നടത്തി തന്നെയാണ് അഭിഷേക് ശ്രീകുമാർ ഫൈനലിൽ എത്തിയത്. 2 അഭിഷേകുമാരായിരുന്നു ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രിയായി ഇത്തവണ എത്തിയത്. ഒരാൾ LGBTQ കമ്മ്യൂണിറ്റി പ്രതിനിധീകരിച്ചെത്തിയ അഭിഷേക് കെ ജയദീപ് ആയിരുന്നു. രണ്ടാമനാണെങ്കിൽ LGBTQവിനെ നിശിതമായി വിമർശിച്ച അഭിഷേക് ശ്രീകുമാറും. അഭിഷേക് കെയുമായി ഏറ്റുമുട്ടി തുടക്കത്തിലെ തന്റെ നയം പ്രഖ്യാപിച്ചിരുന്നു അഭിഷേക് ശ്രീകുമാർ. ട്രാൻസ്ജെൻഡർ പ്രതിനിധി ജാൻമണിയുമായും ആദ്യ ദിവസം അഭിഷേക് ശ്രീകുമാർ കൊമ്പ് കോർത്തിരുന്നു. ഇതോടെ രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു അഭിഷേകിന് നേരെ ഉണ്ടായിരുന്നത്. മറ്റു മത്സരാർത്ഥികൾ ഒന്നടങ്കം അഭിഷേക് കെയ്ക്കും ജാൻമണിക്കും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അശ്ലീലമായ പദപ്രയോഗം നടത്തിയതിന് ആദ്യ ആഴ്ചയിൽ തന്നെ അഭിഷേകിന് യെല്ലോ കാർഡ് ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം അങ്ങനെ ഒരു പെരുമാറ്റം അഭിഷേകിൽ നിന്നുണ്ടായിട്ടില്ല. കൂടാതെ ഹൗസിലെ വിഷയങ്ങളിലൊന്നും ഇടപെടാതെ ഒതുങ്ങിക്കൂടുകയായിരുന്നു അഭിഷേക്. LGBTQവിനെതിരെ പ്രതികരിച്ചതിന് അഭിഷേകിനെതിരെ വീടിന് പുറത്തുള്ളവരും രംഗത്തെത്തിയിരുന്നു. അതിൽ പ്രധാനി മുൻ ബിഗ് ബോസ് താരം റിയാസ് സലീമാണ്. അഭിഷേകിനെ ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്ന് പുറത്താക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയും ഡിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നുവെന്നാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് പങ്കിട്ട വീഡിയോയിൽ റിയാസ് സലീം പറഞ്ഞിരുന്നു. വീഡിയോ അന്ന് വലിയ ചർച്ചയായി മാറി. ഹൗസിനുള്ളിൽ ആയിരുന്നതിനാൽ അന്ന് പ്രതികരിക്കാൻ അഭിഷേകിന് സാധിച്ചിരുന്നില്ല. അതിനാലാണ് ഷോ അവസാനിച്ച ശേഷം അഭിഷേക് പ്രതികരിച്ചത്. പുറത്താക്കി പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് എന്നാണ് റിയാസിനെ പരിഹസിച്ച് അഭിഷേക് പറഞ്ഞത്. തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വീഡിയോ പോസ്റ്റ് ചെയ്താണ് അഭിഷേക് റിയാസ് സലീമിന് മറുപടി നൽകിയിരിക്കുന്നത്. വീഡിയോ അതിവേഗത്തിൽ വൈറലായതോടെ അഭിഷേകിന്റെ തഗ് റീപ്ലേയെ അഭിനന്ദിച്ചുള്ളതാണ് കമന്റുകളേറെയും. അഭിഷേക് ബാക്ക് ടു ആക്ഷൻ എന്നാണ് ആരാധകർ കുറിക്കുന്നത്. തന്റെ അമ്മ ക്യാൻസർ ബാധിച്ച് മരിച്ചത് തുടക്കത്തിലെ അഭിഷേക് വെളിപ്പെടുത്തിയിരുന്നു. സെൽഫ് ഇൻട്രൊഡക്ഷൻ സമയത്തായിരുന്നു അത്. എന്നാൽ ഇമോഷണൽ ട്രാക്കിൽ നിന്ന് വഴിമാറിയായിരുന്നു ഷോയിലെ സഞ്ചാരം. പക്ഷേ മാതൃദിനത്തിൽ അഭിഷേക് എഴുതിയ കത്ത് ഷോയുടെ പ്രേക്ഷകരെ നൊമ്പരപ്പെടുത്തി. ഉള്ളിന്റെ ഉള്ളിൽ അടക്കി വെച്ചൊരു കരച്ചിൽ അഭിഷേകിനുണ്ടായിരുന്നു. അത് പുറത്ത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു. സ്വയമേ ഇമോഷണൽ ട്രാക്കും രൂപപ്പെട്ടു. വൈകാരിക നിമിഷങ്ങൾ തീർത്ത ഫാമിലി വീക്കും അതിനായി വഴിയൊരുക്കി. മത്സരാർത്ഥികളുടെ കുടുംബങ്ങൾ വീട്ടിലെത്തിയത് ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങളായി. അപ്പോഴൊക്കെ അമ്മയില്ലാത്ത സ്കൂൾ കുട്ടിയെ പോലെ വീട്ടിൽ അഭിഷേക് ശ്രീകുമാർ മാറി നിന്നു. അഭിഷേകിലേക്ക് അങ്ങനെ പ്രേക്ഷകരുടെ നോട്ടം എപ്പോഴും ഉണ്ടായി. ബിഗ് ബോസ് ക്യാമറയുടെ കണ്ണുകളും. മറ്റുള്ളവരുടെ അമ്മമാരും അഭിഷേകിനെ ചേർത്ത് നിർത്തി. പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ അഭിഷേക് നിറഞ്ഞു. അൻസിബ പോയപ്പോൾ ഒറ്റയ്ക്കായി പോയ ഋഷിയെ തന്നിലേക്ക് ചേർത്ത് നിർത്തിയതും അഭിഷേകിലെ മനുഷ്യസ്നേഹമായി വിലയിരുത്തപ്പെട്ടു. ഫിസിക്കൽ ടാസ്കുകളിലും അഭിഷേക് മികച്ച പ്രകടനം കാട്ടി. ജിൻഡോയെയും മറികടന്ന് പലപ്പോഴും വിജയിയായി. ഫിനാലയിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കാനുള്ള ടാസ്കുകളിലും പോയിന്റ് നിലയിൽ അഭിഷേക് മുന്നിലെത്തി. അങ്ങനെ ആ നേട്ടം അഭിഷേകിന്. ഫിനാലയിൽ നേരിട്ടെത്തിയ ആദ്യ വൈൽഡ് കാർഡ് എൻട്രിയുമായി അഭിഷേക് ശ്രീകുമാർ. പതിഞ്ഞ താളത്തിലെ യാത്രയിലൂടെ ടോപ്പ് 5 എത്തിയത് ചെറിയൊരു നേട്ടമല്ല. സീസൺ 6 4ാം സ്ഥാനം നേടിയ അഭിഷേകിനെ സ്വീകരിക്കാൻ വൻ ജനാവലി വിമാനത്താവളത്തിലെത്തിയിരുന്നു. സിനിമാ സ്വപ്നങ്ങളാണ് അഭിഷേകിനെ ബിഗ് ബോസിലെത്തിച്ചത്.